9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സീബ്രകൾ വീണ്ടും കേരളത്തിലെത്തിയിരിക്കുകയാണ്. ഗുജറാത്തിലെ വൻതാര മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും 3 സീബ്രകളെയാണ് തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ചത്. ഓണക്കാലത്ത് സീബ്രകളെ കാണാൻ കുട്ടികളും മുതിർന്നവരും കൂട്ടത്തോടെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് മൃഗശാല അധികൃതർ. ഒരു സിംഹവാലൻ കുരങ്ങിനെയും ഒരു രാജവെമ്പാലയും പകരം നൽകിയാണ് വൻതാരയിൽ നിന്ന് സീബ്രകളെ എത്തിച്ചത്. ആദ്യഘട്ടത്തിൽ ഒരു ജോഡി സീബ്രകളെ നൽകാനായിരുന്നു ധാരണ. എന്നാൽ തിരുവനന്തപുരം മൃഗശാല അധികൃതരുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് ഒരു ആൺ സീബ്രയെയും 2 പെൺ സീബ്രകളെയും നൽകാൻ വൻതാര അധികൃതർ തയ്യാറായി. പ്രത്യേക അനിമൽ ആംബുലൻസിൽ പോലീസ് അകമ്പടിയോടുകൂടിയായിരുന്നു യാത്ര. ഗുജറാത്തിൽ നിന്ന് റോഡ് മാർഗം 2.5 ദിവസമെടുത്താണ് സീബ്രകളെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. നിലവിൽ 21 ദിവസത്തെ ക്വാറന്റൈനിലാണ് മൂവരും. എന്നാൽ തുറന്ന ക്വാറന്റൈൻ സംവിധാനമായതിനാൽ സന്ദർശകർക്ക് സീബ്രകളെ കാണാനാകുമെന്ന് വെറ്റിനറി സർജൻ നികേഷ് കിരൺ പറഞ്ഞു. ഇനി അവർ 21 ഡേയ്സ് ഇവിടെ ക്വാറന്റൈനിലായിരിക്കും. ഈ ക്വാറന്റൈൻ പീരീഡിലും വിസിറ്റേഴ്സിനെ കാണാൻ പറ്റുന്നൊരു ഫെസിലിറ്റിയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഓണം ഹോളിഡേയ്സിന് അനിമൽസിനെ കാണാൻ വിസിറ്റേഴ്സിന് സാധിക്കും. ക്വാറന്റൈൻ കഴിഞ്ഞാലും കുറച്ച് കാലത്തേക്ക് അവർ ഈ കൂട്ടിൽ തന്നെ ആയിരിക്കും. കാരണം ഇതിൻ്റെ പുറകുവശത്താണ് നമ്മൾ സീബ്രയ്ക്കുള്ള പുതിയ എൻക്ലോഷർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് അങ്ങോട്ടേക്ക് മാറ്റും. സാധാരണ സീബ്രകൾ കഴിക്കുന്നത് തിമോത്തി ഗ്രാസ് എന്ന പ്രത്യേകതരം പുല്ലാണ്. ഒരാഴ്ചത്തേക്കുള്ള പുല്ല് വൻതാരയിൽ നിന്ന് തന്നെ തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുണ്ട്. പിന്നീട് പതിയെ വൈക്കോൽ ഉൾപ്പെടെയുള്ള ഭക്ഷണത്തിലേക്ക് മാറ്റി കേരളത്തിലെ കാലാവസ്ഥയോടും സാഹചര്യങ്ങളോടും ഇണക്കിയെടുക്കും. തിരുവനന്തപുരം മൃഗശാലയിലെത്തുന്ന കുട്ടികൾ സ്ഥിരമായി അന്വേഷിക്കുന്ന മൃഗങ്ങളാണ് ജിറാഫും സീബ്രയും. അതിനാൽ ഇത്തവണത്തെ ഓണക്കാലത്ത് കുട്ടികൾക്കുള്ള പ്രത്യേക സമ്മാനമായാണ് സീബ്രകളെ എത്തിച്ചതെന്ന് തിരുവനന്തപുരം മൃഗശാല സൂപ്രണ്ട് അനിൽകുമാർ പറഞ്ഞു. അതെ, 9 വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്കിവിടെ സീബ്ര വരുന്നത്. അന്ന് സീത എന്ന ഒരു സീബ്രയാണ് ലാസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നത്. സീബ്രകളെ എത്തിച്ചിരിക്കുന്നത് നമ്മുടെ വനത്താരയാണ്, ഗ്രീൻസ് റെസ്ക്യൂ സെൻറ്ററിൽ നിന്നാണ്. നമ്മൾ ഒരു സിംഹവാലൻ കുരങ്ങും ഒരു രാജവെമ്പാലിനും നൽകി. അതിന് പകരമായിട്ടാണ് നമുക്ക് ഈ 3 സീബ്രകളെ ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ മൃഗങ്ങളെ കൊണ്ടുവരാനുള്ള പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഒ.ജെ. ജനീഷ് സാറിൻ്റെ ഓഫീസിൽ നിന്നുമുള്ള എല്ലാ സപ്പോർട്ടും നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ജിറാഫിനെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ജിറാഫിനെ കൂടി കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു പിന്നാലെ കർണാടകയിൽ നിന്ന് ഒരു കരടിയെ കൂടി തിരുവനന്തപുരത്ത് എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിലവിൽ മൃഗശാലയിലില്ലാത്ത ജിറാഫിനെ എത്തിക്കാനുള്ള ശ്രമവും അധികൃതർ ആരംഭിച്ചിട്ടുണ്ട്. സീബ്രകൾക്കു പിന്നാലെ ജിറാഫും കൂടി എത്തിയാൽ മൃഗശാലയിലെത്തുന്ന കുട്ടികൾക്ക് കാഴ്ചകളുടെ വിരുന്നാകും സമ്മാനിക്കാൻ സാധിക്കുക. ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം അപർണ, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.